റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മോണോഗമി, പോളിഗമി, അങ്ങനെ പല 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 ഇതുണ്ട്. ശരിക്കും നമ്മുടെ രാജാക്കന്മാരൊക്കെ ശരിക്കും ഒരു കല്യാണമല്ല, ഒരുപാട് റിലേഷൻ. നമുക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് വന്നു, പിന്നെ ഒരാളിലേക്ക് മാറി, പുറത്തേക്ക് അങ്ങനെ മാറി. ഇപ്പോൾ ഒരുപാട് ചർച്ചകളും സോഷ്യൽ മീഡിയയും ഒക്കെ കയറി വന്നത് കൊണ്ട് തന്നെ അവിഹിതം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി, അങ്ങനെ 2-3 സംഭവങ്ങൾ. ഇനി അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പൺ റിലേഷൻഷിപ്പ്, എക്സ്ചേഞ്ച് ചെയ്യുന്ന പല കാര്യങ്ങൾ, അങ്ങനെ പല ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരൊരിക്കലും എന്താ പറയുക, നമ്മൾ ഒരു ജനറേഷനിൽ പാലിച്ചു വന്നിരുന്ന പോലെയല്ല പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ രീതികൾ. അവർ ചിന്തിക്കുന്നത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഇഷ്ടങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് തരുന്ന ഒരാൾ. അവിടെ ഈക്വൽ ആണ് രണ്ടും. ശരിക്കും ഇക്വാലിറ്റി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും മനസ്സിലാക്കിയതിന് ശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവാം. ഇത് തന്നെയാണ് വിദേശികൾ ചെയ്യുന്നത്. അവർ അതായത് ഓപ്പൺ ഉള്ള ഇതിലല്ല, അവർ 2 പേരും കമ്മിറ്റായി കഴിഞ്ഞാൽ, അത് മാത്രമല്ല ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ മിനിമം ഒരു സമയം എടുക്കും. ആ സമയം എടുത്തിട്ട് അവരെ കൂടെ ജീവിക്കും. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുട്ടികളാവും. അതും കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കൂ. നമ്മൾ ആദ്യം പോയിട്ട് കല്യാണം കഴിക്കും. ഫസ്റ്റ് ഡേയിൽ ചായ കൊടുക്കും, സെക്കൻഡ് ഡേയിൽ കല്യാണം കഴിക്കും. എന്നിട്ട് നമ്മൾ പാർട്ട്ണറോട് സംസാരിക്കും. അത് അറിയാൻ ശ്രമിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടിയായിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതെന്തപ്പോ സംഭവിച്ചത്, ഇയാളല്ല എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ഇത് നേരെ റിവേഴ്സാണ് നടക്കുന്നത്. അവിടെ കുട്ടികളെയും കൊണ്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. കാരണം ഇത് ഒരു സിവിൽ മാരേജ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് കിടക്കുന്നതാ.